ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങയെല്ലാം ഞാൻ ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കിയെടുത്തിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടി അത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സവാള ഉള്ളിയും 2 പച്ചമുളക് കൂടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മളിവിടെ അരിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ച് കടുവിട്ട്, കടുക് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റി. അത് വാടി വന്നപ്പോഴത്തേക്ക് അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്ത്, എന്നിട്ട് അതിനകത്ത് നമ്മൾ കഴുകി വാരിക്കൊണ്ടുവന്ന് ഈ വഴുതനങ്ങ കൂടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് നമുക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ്. വഴുതനങ്ങയ്ക്ക് വേവ് കുറവാണല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് ഇളക്കിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ്. ഇച്ചിരി കരിയാപ്പില കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ബായ്.